പറയുന്നു. രാജ്കുമാർ, ഇന്നലെ 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ വിലാപയാത്ര തുടങ്ങിയത് മുതൽ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ 2ാം ദിനത്തിലേക്ക് എത്തുന്നു വിലാപയാത്രയുടെ. കൊട്ടിയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാത്തന്നൂരിലാണുള്ളത്. കൊട്ടിയം കഴിഞ്ഞ് ചിന്നക്കടയിലേക്കാണ് എത്തുക. അവിടെയാണോ രാജ്കുമാർ ഉള്ളത്? എങ്ങനെ അവിടം ഇപ്പോൾ? കൊല്ലം ചിന്നക്കടയിലാണ് ഞാനുള്ളത്. ചിന്നക്കടയിൽ ഇപ്പോൾ നമുക്ക് ഈ അർദ്ധരാത്രി 2 മണിയിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ഒരു ജനക്കൂട്ടം, അതാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ 2 മണിക്ക് വലിയ ഒരു ജനതയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. VSനെ അവസാനമായി ഒന്ന് കാണുന്നതിനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും വലിയ ഒരു ജനമുണ്ട്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അപാലവൃദ്ധം ജനങ്ങളും ഇവിടെ ഇപ്പോൾ VSന് അവസാനമായി യാത്രാമൊഴിയാക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിൽ ഈ കൊല്ലം ചിന്നക്കട ബസ് ബേയിലാണ് വലിയ പന്തലൊരുക്കി. ആ പന്തലിൽ ഇപ്പോൾ ഈ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഇത് വന്ന് കാണുന്നതിനും ഇവിടെ വന്ന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും VSനെ ഒരു നോക്കി കാണാനുള്ള അവസരം ഒരുക്കി. എല്ലാവരും ദേശാഭിമാനി പത്രം അത് ഓരോന്നും വായിച്ച് അവർ VSനെ വീണ്ടും മനസ്സിലേക്ക് ഓർത്തെടുക്കുകയാണ്. എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് VSന് അവസാനമായി യാത്രാമൊഴിയേക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഇവിടെ പൂക്കൾ, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള പൂക്കൾ വരെ ഇപ്പോൾ ഈ റെഡ് വാളണ്ടിയർമാർ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ കൈരളി ന്യൂസിൻ്റെ തന്നെ വലിയ ഒരു സ്ക്രീൻ, അതിൽ KN ബാലഗോപാലിനെ ഒപ്പം കാണാം. അദ്ദേഹം ഉൾപ്പെടെ ഈ ഇതിലിപ്പോൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അല്പസമയത്തിനകം, ഏതാണ്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ വീണ്ടും വഴികളിലെല്ലാം പല സ്ഥലങ്ങളിൽ ഈ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അവർക്ക് VSനെ കാണണം. VS എന്ന് പറയുന്ന മഹാമനുഷ്യനെ, ഒരു കമ്മ്യൂണിസ്റ്റിനെ അവസാനമായി ഒന്ന് കാണണം, അന്ത്യാഞ്ജലി അർപ്പിക്കണമെന്നുള്ള ഒരൊറ്റ മനസ്സിലെ ഒരു മന്ത്രം മാത്രമാണ് ഇപ്പോൾ ഈ ജനതയ്ക്കെല്ലാം ഉള്ളത്. ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെ ഇത്രയും ഒരു പുരുഷാരം, ഈ അർദ്ധരാത്രിയിൽ ഇത്രയേറെ വലിയ ഒരു ജനത കാത്തു നിൽക്കുന്നത് ഒരു കാഴ്ച. നമ്മുടെ എൻ്റെ ഈ റിപ്പോർട്ടിംഗ് ഈ സമയത്ത് ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് ദർശിക്കുന്നത്. അജംഷാദ്.